ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് ലോക ജലദിന ക്വിസ് ആണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ജലത്തിന്റെ തിളനില എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? ഉത്തരം 100 ഡിഗ്രി സെൽഷ്യസ് ആണ് ജലത്തിന്റെ തിളനില. 100 ഡിഗ്രി സെൽഷ്യസ്. ഇന്ത്യയിൽ ദേശീയ ജലദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഉത്തരം ഏപ്രിൽ 14 ഇന്ത്യയിൽ ദേശീയ ജലദിനമായി ആചരിക്കുന്നത്. ജലത്തിന്റെ രാസസൂത്രം എന്താണ്? ഉത്തരം H2O ആണ് ജലത്തിന്റെ രാസസൂത്രം. ഇനിയൊരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് ജലത്തിന് വേണ്ടിയാവും എന്ന് പ്രവചിച്ചത് ആരാണ്? ഉത്തരം MP വീരേന്ദ്രകുമാർ. തടാകങ്ങൾ ഭൂമിയുടെ ശ്വാസകോശമാണെന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം ആനന്ദ് മല്ലികാവത്. ഉത്തരം ആനന്ദ് മല്ലികാവത്. സാർവിക ലായകം എന്നറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം ജലമാണ് സാർവിക ലായകമെന്ന് അറിയപ്പെടുന്നത്. വെള്ളം വെള്ളം സർവത്ര, തുള്ളി കുടിക്കാൻ ഇല്ലത്ര. ഇത് ആരുടെ വരികളാണ്? ഉത്തരം സാമുവൽ ടൈലർ കോളറിഡ്ജിന്റെ വരികളാണിത്. കേരളത്തിലെ ഏത് നദിയാണ് ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്നത്? കേരളത്തിലെ ഏത് നദിയാണ് ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്നത്? ഉത്തരം പെരിയാർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏതാണ്? ഉത്തരം കുഞ്ചിക്കൽ വെള്ളച്ചാട്ടം. ഇന്ത്യയിൽ കുടിവെള്ളത്തിന്റെ നിലവാരം നിയന്ത്രിക്കുന്നത് ഏത് സംഘടനയാണ്? ഉത്തരം ബ്യൂറോ ഓഫ് സ്റ്റാൻഡേർഡ് എന്ന സംഘടനയാണ് ഇന്ത്യയിൽ കുടിവെള്ളത്തിന്റെ നിലവാരം നിയന്ത്രിക്കുന്നത്. 2025 ലോക ജലദിനത്തിന്റെ തീം എന്താണ്? ഉത്തരം ഹിമാനികളുടെ സംരക്ഷണം എന്നതാണ് 2025 ലോക ജലദിനത്തിന്റെ തീം. ഇന്ത്യയുടെ ജലമനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം രാജേന്ദ്ര സിംഗ് ആണ് ഇന്ത്യയുടെ ജലമനുഷ്യനെന്ന് അറിയപ്പെടുന്നത്. 2024 ലോക ജലദിനത്തിന്റെ തീം എന്തായിരുന്നു? ഉത്തരം വാട്ടർ ഫോർ പീസ്. ഡിസ്റ്റിലേഷൻ പ്രക്രിയ എന്നാൽ എന്താണ്? ഉത്തരം സമുദ്രജലത്തിൽ നിന്ന് ശുദ്ധജലം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് ഡിസ്റ്റിലേഷൻ പ്രക്രിയ. ജലത്തിൽ നിന്നും ഹൈഡ്രജനും ഓക്സിജനും വേർതിരിക്കുന്ന പ്രക്രിയ ഏതാണ്? ഉത്തരം ഹൈഡ്രോളിസിസ് എന്ന പ്രക്രിയ. ഉത്തരം ഹൈഡ്രോളിസിസ് എന്ന പ്രക്രിയ. 1993 മുതൽ മാർച്ച് 22 ലോക ജലദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ച സംഘടന ഏതാണ്? ഉത്തരം ഐക്യരാഷ്ട്രസഭ അഥവാ UN. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാണ്? ഉത്തരം കാസർഗോഡ് ജില്ലയിലൂടെയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്നത്. ലോക മഴ ദിനം എന്നാണ്? ഉത്തരം ജൂലൈ 29 ലോക മഴ ദിനം. ലോകത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ്? ഉത്തരം ആമസോൺ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ നദി. ലോക ജലദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം മാർച്ച് 22 ലോക ജലദിനമായി ആചരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല ഏതാണ്? ഉത്തരം കണ്ണൂരാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല. ഏറ്റവും കൂടുതൽ ജലം ഉപയോഗിക്കുന്ന രാജ്യം ഏതാണ്? ഉത്തരം ചൈനയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ജലം ഉപയോഗിക്കുന്ന രാജ്യം.
ലോകത്തെ ഏറ്റവും കൂടുതൽ ജലം ഉപയോഗിക്കുന്നത് ഏത് വൻകരയാണ്? ഉത്തരം ഏഷ്യയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ജലം ഉപയോഗിക്കുന്ന വൻകര. ജലത്തിന്റെ വാതക രൂപം ഏതാണ്? ഉത്തരം നീരാവിയാണ് ജലത്തിന്റെ വാതക രൂപം. വെള്ളത്തെ വെണ്ണ പോലെ പരിപാലിക്കണമെന്ന് ആദ്യം പറഞ്ഞ ദേശീയ നേതാവ് ആരാണ്? ഉത്തരം ഗാന്ധിജിയാണ് വെള്ളത്തെ വെണ്ണ പോലെ പരിപാലിക്കണമെന്ന് പറഞ്ഞ ദേശീയ നേതാവ്. ഏതു വർഷം മുതലാണ് മാർച്ച് 22 ലോക ജലദിനമായി ആചരിക്കാൻ തുടങ്ങിയത്? ഉത്തരം 1993 മുതൽ. എവിടെ വെച്ച് നടന്ന UN കോൺഫറൻസിലാണ് 1993 മുതൽ മാർച്ച് 22 അന്താരാഷ്ട്ര ജലദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചത്? ഉത്തരം ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ വെച്ച്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണ്? ഉത്തരം ഗംഗയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി. 2024 ജല ഗുണനിലവാര സൂചികയിൽ ഇന്ത്യയുടെ റാങ്ക് എത്ര? ഉത്തരം 120 സ്ഥാനമാണ് ഇന്ത്യയുടേത്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള സംയുക്തം ഏതാണ്? ഉത്തരം ജലമാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള സംയുക്തം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെയാണ്? ഉത്തരം ചിറാപുഞ്ചി എന്ന സ്ഥലത്താണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. പ്രകൃതിയിലെ ജലത്തിന്റെ ഏറ്റവും ശുദ്ധമായ രൂപം ഏതാണ്? ഉത്തരം മഴവെള്ളമാണ് പ്രകൃതിയിലെ ജലത്തിന്റെ ഏറ്റവും ശുദ്ധമായ രൂപം. ഇന്ത്യയിൽ ദേശീയ ജലദിനമായി ആചരിക്കുന്ന ഏപ്രിൽ 14 ആരുടെ ജന്മദിനമാണ്? ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 44 നദികളാണ് കേരളത്തിൽ ആകെയുള്ളത്. ഭൂമിയുടെ എത്ര ശതമാനം ജലത്താൽ മൂടപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഭൂമിയുടെ 71% ജലത്താൽ മൂടപ്പെട്ടിരിക്കുന്നു. ജലത്തിന്റെ ഘടകമൂലകങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ഹൈഡ്രജൻ, ഓക്സിജൻ എന്നീ ഘടകമൂലകങ്ങൾ ചേർന്നതാണ് ജലം. ചിറാപുഞ്ചി ഏത് സംസ്ഥാനത്താണ്? ഉത്തരം മേഘാലയയിലാണ് ചിറാപുഞ്ചി. ജലത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ഉത്തരം ഹൈഡ്രോളജി എന്നാണ് ജലത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.